നിങ്ങൾ ILRന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മാസത്തെ പേ സ്ലിപ്പ് വെച്ചാൽ മതി. അതായത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേ സ്ലിപ്പാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് വെക്കേണ്ടത്. ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടത്, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഈ സാലറി വന്ന ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അപ്പൊ അതേ സാലറി തന്നെ ആ ബാങ്ക് അക്കൗണ്ടിൽ സെയിം എമൗണ്ട് ക്രെഡിറ്റ് ആയതിന്റെ പ്രൂഫാണ് ഹോം ഓഫീസിന് വേണ്ടത്. നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹോം ഓഫീസ് നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ തരും. അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മാസത്തെ പേ സ്ലിപ്പും ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ILRന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അനാവശ്യമായ ഡോക്യുമെന്റുകൾ ഹോം ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കുളവാക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അന്വേഷിച്ചിട്ട് ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക. ലേറ്റ്ലി എല്ലാവർക്കും ഒരു മാസത്തെ സ്റ്റേറ്റ്മെന്റും ഒരു മാസത്തെ പേ സ്ലിപ്പുമാണ് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ മെറ്റേണിറ്റി ലീവിലോ പെറ്റേണിറ്റി ലീവിലോ അതുപോലെ തന്നെ അഡോപ്ഷൻ ലീവ് ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഡോക്യുമെന്റ്സും പിന്നെ അതിന്റെ സപ്പോർട്ടിങ് എവിഡൻസും ഒക്കെ കാണിക്കേണ്ടി വരും. ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പൊ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.